പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചാൽ മാത്രം പോരാ, തനിമ നഷ്ടമാകാതെ നിലനിർത്താനും കഴിയണം. ഉത്തരവാദിത്തം നമുക്കുമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇടുക്കി സേനാപതിയിലെ അനുരാജ്. സ്വന്തം കൃഷിയിടത്തിലെ വെള്ളച്ചാട്ടം നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ്. നിരവധി സഞ്ചാരികൾ എത്തുമ്പോഴും ഒരു തുണ്ട് പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഇവിടെയില്ല. അനുരാജിന്റെ കരുതൽ കണ്ടുവരാം. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങണമെന്നില്ല, കണ്ടാൽ തന്നെ ഒരു കുളിരാണ് ശരീരത്തിനും മനസ്സിനും. ഒറ്റ നോട്ടത്തിൽ കാടിനുള്ളിൽ നുരചിതറി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം കാടിലല്ല, കൃഷിയിടത്തിലെന്ന് പറഞ്ഞറിയിക്കണം. പള്ളിക്കുന്നിലെ ഇടക്കുടിയിൽ അനുരാജിന് കൊടുക്കണം 10ൽ 10. അന്നൊരിക്കൽ റിപ്പോർട്ടർ ടിവിയാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത പകർത്തിയത്. ഇന്നിവിടം നിരവധി സിനിമകളുടെ ലൊക്കേഷനായി മാറിക്കഴിഞ്ഞു. പരസ്യചിത്രങ്ങൾക്കും വേദിയായി. നിരവധി സഞ്ചാരികളും എത്തുന്നു. പരിപാലനം എളുപ്പമല്ല, പക്ഷേ അനുരാജിന് പ്രകൃതിയാണ് ജീവൻ. അതിനായി സ്വയം സമർപ്പിച്ചു കഴിഞ്ഞു. അനുരാജിന്റെ വീട്ടുമുറ്റത്തുകൂടി വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. ആർക്കും എപ്പോൾ വേണമെങ്കിലും എത്താം. വരുന്നവരോടൊക്കെ അനുരാജ് പറയും, ദയവ് ചെയ്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ നിക്ഷേപിക്കരുത്. ഇപ്പോൾ മൂന്നാറിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്നൊരു പ്രദേശമാണ് ശാന്തമ്പാറ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇവരെത്തുമ്പോൾ ഇവർ നമ്മുടെ വീട്ടിലൂടെയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന വഴി. അപ്പോൾ വീട്ടിലെത്തുന്നവരോടെല്ലാം നമ്മൾ പറഞ്ഞു വിടും, പ്ലാസ്റ്റിക് അവിടെ ഇടരുത്. എന്നാലും കുറച്ച് സഞ്ചാരികളൊക്കെ എത്തുമ്പോൾ അവർ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഇവിടെ നിക്ഷേപിച്ചിട്ട് പോകാറുണ്ട്. ആസ്വദിക്കാൻ ഇവിടെ വെള്ളച്ചാട്ടം മാത്രമല്ല, അനുരാജിന്റെ കൃഷിയിടത്തിൽ കാണാൻ ഫലവൃക്ഷങ്ങളും ചെടികളും കാട്ടുപൂക്കളുമെല്ലാം അനവധിയാണ്. പ്രകൃതിയെ ദ്രോഹിക്കാതെ, തനിമയൊട്ടും ചോരാതെ വിനോദസഞ്ചാരത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് അനുരാജ് ഇടക്കുടി എന്ന ചെറുപ്പക്കാരൻ. ഓരോ പ്രകൃതി മനോഹാരിതയും പരിസ്ഥിതി സൗഹൃദത്തോടെ നിലനിർത്തുമ്പോഴാണ് വരും തലമുറയ്ക്ക് അത് അങ്ങനെ തന്നെ ആസ്വദിക്കാൻ കഴിയുന്നത്. ആ ഒരു വലിയ സന്ദേശമാണ് അനുരാജ് എന്ന ചെറുപ്പക്കാരൻ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.